നമസ്തേ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്ന് ഞങ്ങൾ രാവിലെ ഞങ്ങളുടെ ഒപ്പം വർക്ക് ചെയ്ത പൈലോദ് മാഷയുടെയും ശാന്ത ടീച്ചറുടെയും വിവാഹ വാർഷിക ദിനമായിരുന്നു ഇന്ന്. അപ്പം ഒരുപാട് ആൾക്കാരെ ക്ഷണിച്ചിട്ടുണ്ട് കേട്ടോ. 50ാം വിവാഹ വാർഷികമാണ്, ഗോൾഡൻ ജൂബിലി. അപ്പോൾ ഞങ്ങൾ പോയിരുന്നു. ഗംഭീര പരിപാടിയായിരുന്നു കേട്ടോ. നിങ്ങൾ വരൂ കേട്ടോ, നമുക്കും കൂടി എല്ലാവർക്കും ഒരുമിച്ച് പോവാം. വരൂ. ഇവരാണ് കേട്ടോ ND പൈലോദ് മാഷും പിന്നെ ശാന്ത ടീച്ചറും 50ാം വിവാഹ വാർഷികമാണ് ആഘോഷിക്കുന്നത്. വേലുപ്പാടത്ത് പള്ളിയിൽ വെച്ച് നടന്ന കുർബാനയും അതിനോട് അനുബന്ധമായിട്ട് ഇവർക്ക് പ്രത്യേകം പ്രാർത്ഥനകളും ഒക്കെ നടന്നു. ഈ പള്ളി മാഷയുടെ ഇടവകപ്പള്ളിയാണ് കേട്ടോ. വരന്തരപ്പള്ളി പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന വേലുപ്പാടം എന്ന സ്ഥലത്താണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ തീർത്ഥാടന കേന്ദ്രമാണ് ഇത്. വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു പള്ളിയാണ് ഇത്. കേരളത്തിൽ പല സ്ഥലത്തു നിന്നും ആൾക്കാർ ഇവിടേക്ക് തീർത്ഥാടനത്തിനായിട്ട് എത്താറുണ്ട്. ഇതൊരു ഹൈ റേഞ്ച് എന്ന് തന്നെ പറയാം കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് ഫോറസ്റ്റ് റേഞ്ചാണ് ശരിക്കും പറഞ്ഞാൽ. ഇവിടെ നല്ല മനോഹരമായ ഈ സെൻറ്റ് ജോസഫ്സ് പള്ളി കണ്ടോ, പുതുക്കി പണിത പള്ളിയാണ്. പണ്ട് ഇത്രയും സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ വളരെ വളരെ സൗകര്യങ്ങളുള്ള ഒരു വലിയ പള്ളിയാണ് ഇത്. ഈ പള്ളിയുടെ തൊട്ടടുത്ത് തന്നെ ഒരു സെൻറ്റ് ജോസഫ്സ് ഹോസ്പിറ്റലും ഉണ്ട്. അതുപോലെ തന്നെ ഒരു സെൻറ്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളും ഉണ്ട്. അപ്പോൾ ഇവിടെയാണ് എല്ലാ ദിവസവും മാഷും ടീച്ചറും മക്കളും ഒക്കെ കുർബാനയ്ക്കൊക്കെ വരുന്ന സ്ഥലമാണ്. അപ്പം മാഷിൻ്റെ ഇടവകപ്പള്ളി എന്ന് പറഞ്ഞാൽ മാഷക്ക് വളരെയധികം അടുപ്പമുള്ള സ്ഥലമാണ്. മാത്രമല്ല ഇവിടുത്തെ സ്കൂളിൽ തന്നെ മാഷും ടീച്ചറും പഠിപ്പിച്ചിട്ടുമുണ്ട്. വരന്തരപ്പള്ളി സ്കൂളിലും അവർ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ടീച്ചേഴ്സായിട്ട് ഇവർക്ക് കണക്ഷൻ ഉണ്ട്. മാത്രമല്ല കണ്ടോ, ഇവിടെ ഒരുപാട് അച്ഛന്മാർ, അതായത് വികാരി അച്ഛന്മാർ കുർബാന അർപ്പിക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. ഇവരിൽ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ ഇടവകയിലത്തെ വികാരിയായിട്ടുള്ള അച്ഛനും അതുപോലെ തന്നെ മാഷയുടെ തന്നെ അനിയൻ ഒരച്ഛനുണ്ട്. മാഷയുടെ സഹോദരിയുടെ പുത്രൻ ഒരച്ഛനുണ്ട്. അവരൊക്കെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. പിന്നെ സുഹൃത്തുക്കളായിട്ടും നാട്ടുകാരായിട്ടും ബന്ധുക്കളായിട്ടും ഉള്ള അച്ഛന്മാരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ മാഷക്ക് വളരെ വളരെ വേണ്ടപ്പെട്ട ആൾക്കാരാണ് ഇവരൊക്കെ. ഇനി ക്ഷണിച്ചു വന്ന ആൾക്കാരെന്ന് പറഞ്ഞാലും മാഷക്കും ടീച്ചർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട ആൾക്കാരാണ്. ഇടവകയിലുള്ള ആൾക്കാർ, ഒരുമിച്ച് പഠിപ്പിച്ച ആൾക്കാർ, അത് ജീവിതത്തിൻ്റെ പല തുറകളിലും ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ് ഇവരൊക്കെ. മാഷ് വേലുപ്പാടത്ത് സ്കൂളിലും വരന്തരപ്പള്ളി സ്കൂളിലും ഹെഡ് മാസ്റ്ററായിട്ട് ജോലി ചെയ്തിരുന്ന ആളാണ്. പിന്നെ രാഷ്ട്രപതിയിൽ നിന്ന് ഏറ്റവും മികച്ച അധ്യാപകനുള്ള അവാർഡ് സ്വീകരിച്ച ആൾ കൂടിയാണ്. വിവാഹ ദിവസം പള്ളിയുടെ അൾത്താരയ്ക്ക് മുൻപിൽ വികാരി അച്ഛന്മാരുടെ നേതൃത്വത്തിൽ താലി കെട്ടി ഒരുമിച്ച് കുടുംബജീവിതം ആരംഭിച്ച ഇവർ 50 വർഷം പിന്നിടുന്ന ഈ അവസരത്തിലും അതേപോലെ തന്നെ ഈ പുരോഹിതന്മാരുടെ അനുഗ്രഹവും ആശിസ്സും അതുപോലെ തന്നെ അവരുടെ പ്രാർത്ഥനകളും ഒക്കെ ഏറ്റുവാങ്ങി ഒരുമിച്ച് നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുകയാണ്. മാഷിൻ്റെ അടുത്ത് മാഷിൻ്റെ സഹോദരി പുത്രനും ടീച്ചറുടെ അടുത്ത് നിൽക്കുന്നത് മാഷിയുടെ സഹോദരനുമാണ്. എനിക്കൊരു സന്തോഷം പറയാനുള്ളത്, മാഷയുടെ സഹോദരിയുടെ മകനായ ഈ മാഷയുടെ അടുത്ത് നിൽക്കുന്ന അച്ഛനുണ്ടല്ലോ, ആ അച്ഛനെ ഞാൻ പഠിപ്പിച്ചതാണ്. എൻ്റെ ഒരു ശിഷ്യനാണ് എന്ന് പറയാം. ഞാൻ കുറച്ച് സമയത്തിന് ശേഷമാണ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത്. തടി വെച്ചപ്പോൾ എനിക്ക് മനസ്സിലായില്ല കേട്ടോ. വിവാഹത്തിനും ഇതുപോലെ തന്നെയാണ്. വിവാഹ ചടങ്ങിന് ശേഷം ഇതുപോലെ എല്ലാവരും കൂടി അൾത്താരയ്ക്ക് മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നത് എനിക്ക് ഓർമ്മ വരികയാണ്. അപ്പോൾ സ്വന്തം മക്കളുടെയും
മരുമക്കളുടെയും പേരക്കുട്ടികളുടെയും സുഹൃത്തുക്കളുടെയും കുടുംബാംഗങ്ങളുടെയും ഒക്കെ മുന്നിൽ വെച്ച് ഇതുപോലത്തെ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിക്കുക. കണ്ടോ, 50 വർഷം പൂർത്തിയാക്കിയ ഒരു സർട്ടിഫിക്കറ്റാണ് ഇത് കേട്ടോ, ഒരു അനുമോദന പത്രികയാണിത്. അത് പിടിച്ച് നിന്ന് ഫോട്ടോ എടുക്കാൻ സാധിച്ചതിൽ ഈശ്വരൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഇവർക്ക് ഉണ്ട് എന്ന് മനസ്സിലായില്ലേ? ഇതുപോലെ ഇത് കാണുന്ന എല്ലാവർക്കും ഇതുപോലെ നല്ല ഒരു അവസരങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സന്തോഷപ്രദമായ കുടുംബജീവിതം ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞു. ഇനി അനുമോദനങ്ങളാണ്. അഭിനന്ദനം, എൻ്റെ അഭിനന്ദനം, സഖി നിന്റെ കവിളിന്മേലൊരു ചുംബനം, ചുടുചുംബനം. അഭിനന്ദനം, എൻ്റെ അഭിനന്ദനം, സഖി നിന്റെ കവിളിന്മേലൊരു ചുംബനം, ചുടുചുംബനം. ടീച്ചർ എൻ്റെ കൂട്ടുകാരിയായിരുന്നു കേട്ടോ. ഞങ്ങൾ ഒരുമിച്ച് സ്കൂളിലേക്ക് പോകലും വരലൊക്കെ നടന്ന് ചെയ്തിരുന്നതാണ്. നടന്നു പോയിട്ടാണ് ചെയ്തിരുന്നത്. മാസ്റ്റർ സഹോദരനും സഹോദരി പുത്രനും ഫോട്ടോ കണ്ടില്ലേ? അഖി നിന്റെ കവിളിന്മേലൊരു ചുംബനം. ദാ ഇവിടെ ഇരിക്കണു നമ്മുടെ ആൾക്കാരൊക്കെ ഉണ്ടല്ലേ, രാജേട്ടൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ ഇവരൊക്കെ. അതായത് ആന്റണി കുറെ കാലായില്ലേ? റിട്ടയറായോ? അപ്പൊ ഏതിലാ? നമ്മുടെ വർദ്ധനപ്പള്ളി അല്ലേ? ചാലക്കുടിയാ? എന്ത് പരിപാടി? ഇതൊക്കെ അല്ലേ? അതുണ്ട് കണ്ടോടോ. യൂട്യൂബ് ചാനൽ നന്ദിനി രാജശേഖരൻ. എളുപ്പല്ലേ? എവിടെയാണ് താമസിക്കുന്നത്? നന്ദിയിട്ടല്ലേ? അപ്പൊ നമ്മുടെ ഇതിലല്ലേ പോയിട്ട് പുതുക്കാട്ടത്തിൽ പോയിട്ടോ? എവിടെ? ആ കുർബാനയൊക്കെ ഉണ്ടായിരുന്നല്ലോ അവിടെ. നിങ്ങൾ ഇവിടെ ഇരിക്കാനല്ല വന്നേ, അവിടെ പോയി കാര്യങ്ങള് ഒന്ന് വിഷ് ചെയ്യാ, അങ്ങനെയൊക്കെ ഉണ്ട്. അവിടെ തുടങ്ങിണ്ടാവും ഫംഗ്ഷൻ. ആനിശ്വര വന്നില്ലേ? ആദ്യം താങ്കൾ പിന്നാലെ
അവിടെ ഓർമ്മ വന്നു. ഇത് നമ്മുടെ പേര് പറഞ്ഞു കേട്ടാ, രാംദാസ്. ശരി. മാഷില്ലേ? പള്ളിയിലെ പരിപാടികൾക്ക് ശേഷം ഈ ഹാളിലേക്ക് എല്ലാവരും വന്നു. ഇവിടെ ഹാളിൻ്റെ ഒരു ഭാഗത്ത് ഭക്ഷണമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ക്ഷണിക്കപ്പെട്ട എല്ലാ അതിഥികളും ഇവിടേക്ക് എത്തിച്ചേരുകയാണ്. ഇനി ഇവിടെയാണ് കുടുംബാംഗങ്ങൾ ഒരുക്കിയിട്ടുള്ള ഒരു ഫംഗ്ഷൻ. നല്ല അലങ്കൃതമായ ഒരു സ്റ്റേജ്, അതിൽ ഒരു കുട്ടി ആങ്കറിങ് നടത്തുന്നുണ്ട്. എല്ലാവരെയും ഹാളിലേക്ക് ക്ഷണിച്ചു. മാഷയെയും ടീച്ചറെയും സ്റ്റേജിലേക്ക് ആനയിക്കാൻ പോകുകയാണ്. ഒരു ഭാഗത്ത് മാഷയുടെ മകളുടെ മകനാണ്, പേരക്കുട്ടി ആണ് അവിടെ വയലിൻ വായിച്ചു കൊണ്ടിരിക്കുന്നത്. സ്ക്രീനിൽ മുൻകാല ഫോട്ടോസ് ഓരോന്നായിട്ട് പ്രദർശിപ്പിക്കുന്നു. ഞാനും നേരെ മുന്നിൽ ചെന്ന് സ്ഥലം പിടിച്ചു കേട്ടോ. പ്രാർത്ഥന. മാഷയും ടീച്ചറെയും കുടുംബാംഗങ്ങളെയും സ്നേഹത്തോടെ ആനയിച്ച് കൊണ്ടുവരുന്നു സ്റ്റേജിലേക്ക്. അവരിതാ കയറാൻ പോകുന്നു. ഇവർ മക്കള് ദാ ഈ അച്ഛനാണ് ഇതാണ് കേട്ടോ, സെബി അച്ഛൻ എന്ന് പറയും. എൻ്റെ സ്കൂളിൽ പഠിച്ചതാണ്. അങ്ങനെ അവർ സ്റ്റേജിൽ കയറി സദസ്സിനെ അഭിവാദനം ചെയ്തു. Congratulations from all of us. And ഇത് തോന്നുന്നു രണ്ടുപേർക്ക് ഹാപ്പിയാണോ, എക്സൈറ്റഡ് ആണോ, ടെൻഷൻ ആണോ? Very, very happy. അതുപോലെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കട്ടെ, ഈ ഒരു 15 years ജേർണി എങ്ങനെയുണ്ടായിരുന്നു? ഞങ്ങളുടെ അടുത്തൊന്ന് ഷെയർ ചെയ്യാമോ? 15 years ജേർണി എങ്ങനെയുണ്ടായിരുന്നു? 15 years journey was so fine, beautiful. Even though there are certain small objections, I don't mind it. We together fought for a great അടിപൊളി. Okay. Thank you so much. അപ്പോൾ ഇവിടെ കൊടുക്കാമോ പ്ലീസ്? വിശ്വനാഥന്മാരും ഇവിടെ അവർക്ക് വേണ്ടി ബ്ലെസ്സിങ്സ് അറിയിക്കാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ആൻഡ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും അതിൽ തന്നെ ഒരു ബിഗ് താങ്ക്സ്. ആൻഡ് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും തന്നെ ഇവരെ നല്ലതുപോലെ അറിയാം. എങ്കിലും എസ് എ പാർട്ട് ഓഫ് വൈജോപ്പ് നൽകുന്ന ഒരു ഒഫീഷ്യലായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. ആദ്യം തന്നെ പൈലോട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശ്രീമതി പൈലോട്ട് വാസ് ബോൺ ഓൺ 6 March 1944 in Lake Lonapan and Father Jacob Nirnapalli Sriamai and one sister namely Srimati Mary Devasi Principalve had his early education from Government LPS Chennalur and HS Vardarapalli. He was graduated BSc Mathematics from St. Thomas College Thrissur and BEd from SNM Training College Muthakulam. In the course of his educational career, so many personalities inspired him like Reverend Father Dr. Thomas Mundadan, Principal of St. Thomas College Thrissur, Dr. Sukumar Record, Principal SNM Training College Muthakulam, Sri T. Chandra Menon, Principal KTC Thrissur. And co-department in HS Vardarapalli is HSA in the year 1970 worked also in St. Agnes HS Pudukad and St. Joseph HS Velupada.
Yes, thank you so much. And Sujeshi Goswami, she is currently working as a teacher of St. Therese UPS Salo, while Western English student, St. Aloysius College Circle, and Shraddha BA English student, Prasodi Vikriyam College Purga. We have had an invite to our Sujeshi family, and I would like to invite Mrs. Sujeshi Paul and her husband, Dr. T.A. Joshi, Tekundara, and along with their children, Alvina Rose Joshi and Nanda Rose Joshi onto the stage. And Dr. Joshi, Government Veterinary Hospital, Kapurga, and their children, Sarvina Rose, Lord's Academy, Veltari student, and Amina, DPHS Salo.
കണ്ടിട്ടുള്ളൂ അവിടെ. സെന്റ് ജോസഫ് സ്ക്വയർ. വെറുതെ ഇരിക്കുമ്പോ ഇങ്ങനെ ഐസ്ക്രീം കിട്ടിയായിരുന്നു. നമ്മടി കിട്ടാറുണ്ട് കേട്ടാ. അപ്പോൾ പൈലോദ് മാഷ്ക്കും ശാന്ത ടീച്ചർക്കും 1000 ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്താം നമുക്ക് അല്ലേ. ഓക്കേ.